ഇന്ന് നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് ആന്റിന ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ ആണ്. അതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മളെ എക്സാമിന് ഒരു 5 or 6 മാർക്കിന് ഈ ഒരു ടോപ്പിക്കിന് ക്വസ്റ്റ്യൻസ് വരാം. എന്തൊക്കെയാ ടോപ്പിക്സ് ഉള്ളതെന്ന് വെച്ചാല്, ഫസ്റ്റ് ടോപ്പിക് ബേസിക് ആന്റിന പ്രിൻസിപ്പിൾ, ആൻഡ് സെക്കൻഡ് ഡയറക്റ്റീവ് ഗെയിൻ, ഡയറക്റ്റിവിറ്റി, റേഡിയേഷൻ പാറ്റേൺ, ബ്രോഡ് സൈഡ് ആൻഡ് എൻഡ് ഫയർ അറേ, യാഗിയുടെ ആന്റിന, പാരാബോളിക് ആന്റിന, ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ, സ്പേസ് വേവ്സ് ആൻഡ് അയണോസ്ഫെറിക് പ്രൊപ്പഗേഷൻ. ഇത്തരം ടോപ്പിക്സ് ആണ് ആന്റിന പ്രൊപ്പഗേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതില് ഫസ്റ്റ് എന്ന് വെച്ചാല് ബേസിക് ആയിട്ട് ആന്റിന എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. ആന്റിന എന്ന് പറഞ്ഞാല് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ട്രാൻസ്ഫർ ചെയ്യാനും, അതായത് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ആന്റിന അല്ലെ. അപ്പൊ ആന്റിന ബേസിക്കലി അതൊരു ട്രാൻസ്ഡ്യൂസർ ആണ്. ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്തായിരുന്നു ട്രാൻസ്ഡ്യൂസർ? ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒരു ഫോമിലുള്ള എനർജിയെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതന്നെ, അതായത് വൺ ഫോം ഓഫ് എനർജി അനദർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ആന്റിന എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. എന്താന്ന് വെച്ചാല്, അതായത് ഇലക്ട്രിക്കൽ പവറിനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ടും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ തിരിച്ച് ഇലക്ട്രിക്കൽ പവർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റിന ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു ആന്റിന എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ട്രാൻസ്മിറ്റിംഗ് ആന്റിന ഉണ്ട്, റിസീവിംഗ് ആന്റിന ഉണ്ട്. അതായത് ആന്റിന രണ്ട് ടൈപ്പ് എന്നല്ല, ആന്റിനെ രണ്ട് ട്രാൻസ്മിറ്റിംഗ് ആന്റിനയായും റിസീവിംഗ് ആന്റിനയായിട്ടും ഉപയോഗിക്കാം. അപ്പൊ ആന്റിന എന്ന് പറയുന്നത് എവരിവെയർ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഫോൺ, ലാപ്ടോപ്പ്, നമ്മളെ വൈഫൈ റൂട്ടേഴ്സ്, മൊബൈൽ ടവർ, DTH, ഇവിടെയൊക്കെ നമ്മൾ ആന്റിനാസ് ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നതാണ്. എല്ലാവിധ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും ആന്റിനാസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആന്റിന എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ? അതായത് സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു ഫിഗറിലൂടെ ഒരു ട്രാൻസ്മിറ്റർ, ആ ട്രാൻസ്മിറ്ററിൽ നിന്ന് പോകുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ്സ്, അതായത് ഇലക്ട്രിക്കൽ എനർജി, അതായത് ആ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ സ്പേസിലോട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ട്രാൻസ്മിറ്റിംഗ് ആന്റിന. അത് ട്രാൻസ്മിറ്ററും ആ ട്രാൻസ്മിറ്റിംഗ് ആന്റിനയും തമ്മിലുള്ള ആ കണക്ഷൻ വരുന്നത് ട്രാൻസ്മിഷൻ ലൈനിലൂടെയാണ്. ആ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് കേബിൾ ആവാം, കോയാക്സൽ കേബിൾ, വയർ, അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ട്രാൻസ്മിഷൻ ലൈനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇങ്ങനെ പോയ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ റേഡിയോ വേവ് എന്നും പറയും. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പിന്നെ വേറൊരു സ്ഥലത്തുള്ള റിസീവിംഗ് ആന്റിനയിലേക്ക് എത്തുന്നു. ആ റിസീവിംഗ് ആന്റിന ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് തിരിച്ച് എന്തായിട്ട് മാറ്റും? ആ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റും. അതായത് എന്ത് ഇൻഫർമേഷൻ ആണോ നമ്മൾ കൊടുത്തത്, ആ ഇൻഫർമേഷൻ നമ്മൾ റിസീവറിലേക്ക് കിട്ടുന്നു. അതാണ് ട്രാൻസ്മിറ്റിംഗ് ആന്റിനയും റിസീവിംഗ് ആന്റിനയും എന്ന് പറഞ്ഞുള്ള കൺസെപ്റ്റ്. ആന്റിന എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മെറ്റൽ കണ്ടക്ടർ ആണ്. അതിലൂടെയാണ് സ്പേസിലുള്ള രണ്ട് പോയിന്റ് തമ്മിൽ ഈ റേഡിയോ ഫ്രീക്വൻസി വേവ്സ്, ഈ റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോ പറഞ്ഞ കാര്യം അതിൽ ആഡ് ചെയ്തേ ഉള്ളൂ ആന്റിനയുടെ പ്രിൻസിപ്പിളിലേക്ക് വരുമ്പോൾ. പിന്നെ ഇപ്പൊ ഒരു ആന്റിന എന്ന് പറയുന്നത് അതിന്റെ സൈസും ഷേപ്പെല്ലാം എത്രമാത്രം അളവിൽ നമുക്ക് എനർജി റേഡിയേറ്റ് ചെയ്യുന്നതിന് അനുസരിച്ച് നമുക്ക് ആന്റിനയുടെ സൈസും ഷേപ്പും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കാം. അപ്പൊ ഇതിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, റേഡിയോ ഫ്രീക്വൻസി വേവ്സ്, ഈ ഒരു വേവ്സിനെ പറ്റിയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ആന്റിനയിലുള്ള കൺസെപ്റ്റിൽ വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സൈൻ വേവ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സൈനുസോയിഡൽ ഓസിലേഷൻസ് ആണ് ഇത് ടൈം വാരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. നമുക്ക് അതിനേക്കാൾ ഫിഗറിലൂടെ പറയുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. അതിന്റെ പ്രൊപ്പഗേഷന്റെ ഡയറക്ഷനും ഈ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ റേഡിയോ വേവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് സ്പേസിലൂടെ ട്രാവൽ ചെയ്യുന്നത് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡിലായിരിക്കും. ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്.
അതായത് റേഡിയോ വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ആന്റിനയിൽ നിന്നുള്ള റേഡിയോ വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡിലായിരിക്കും 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ ലോങ് ഡിസ്റ്റൻസിനും ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇത്ര പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബേസിക് കാര്യമാണ്. ഇല്ല മിസ്സേ. നമ്മളൊരു ഒരു ക്വസ്റ്റ്യൻ എടുത്താല് ഫസ്റ്റ് വൺ, ആന്റിനാസ് കൺവേർട്ട്, ഒരു 4 ഓപ്ഷൻസ് ഉണ്ട്. ഫോട്ടോൺസ് ടു ഇലക്ട്രോൺ, ഇലക്ട്രോൺസ് ടു ഫോട്ടോൺസ്, ബോത്ത് എ ആൻഡ് ബി, ആൻഡ് നൺ. എന്തായിരിക്കും നമ്മൾ ആൻസർ എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? കേൾക്കുന്നില്ലേ? ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി മാത്രമായിരിക്കോ? രണ്ടും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്തില്ലേ? ആ അപ്പൊ എന്തായിരിക്കും? ഓപ്ഷൻ ഡി. സി, സോറി. ഓപ്ഷൻ സി, അതായത് ബോത്ത് എ ആൻഡ് ബി. ഫോട്ടോൺസിനെ ഇലക്ട്രോൺസ് ആയിട്ടും ഇലക്ട്രോൺസിനെ ഫോട്ടോൺസ് ആയിട്ടും കൺവേർട്ട് ചെയ്യും. ഫോട്ടോൺസ് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പാർട്ടിക്കിൾസിനെയാണ് ഫോട്ടോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലൈറ്റ് പാർട്ടിക്കിൾ എന്നൊക്കെ നമ്മൾ ഫോട്ടോൺ എന്നല്ല പറയാ. അതാണ് ഫോട്ടോൺ ഇലക്ട്രോൺ ആയിട്ടും ഇലക്ട്രോൺസിനെ ഫോട്ടോൺസ് ആയിട്ടും. അപ്പൊ സി ആണ് ആൻസർ, ബോത്ത് എ ആൻഡ് ബി. നെക്സ്റ്റ് നമുക്ക് ബേസിക് ആന്റിന ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാനുണ്ട്. കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട് ആന്റിന ഏരിയത്തില്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റേഡിയേഷൻ ഇന്റൻസിറ്റി. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് റേഡിയേഷൻ ഇന്റൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. അതായത് എന്താന്ന് വെച്ചാല് നമ്മളൊരു ആന്റിനയിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് അതൊരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും കൂടുതൽ ഇന്റൻസിറ്റി ഉണ്ടാവുക. അതിനെയാണ് അതിന്റെ മാക്സിമം ഇന്റൻസിറ്റി ഓഫ് ദാറ്റ് ആന്റിന എന്ന് പറയുന്നത്. അതെപ്പോഴും പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിളിലായിരിക്കും പറയുക. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. എന്താന്ന് വെച്ചാൽ നമ്മൾ ആന്റിനയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും കൂടുതൽ ഇന്റൻസിറ്റി ഉണ്ടാവുക. ആ പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് ഇന്റൻസിറ്റി എന്ന് കാണിക്കുന്നതാണ് മാക്സിമം ഇന്റൻസിറ്റി ഓഫ് ദാറ്റ് ആന്റിന എന്ന് പറയുന്നത്. അപ്പൊ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റെറേഡിയൻ എന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു ഇക്വേഷൻ എന്ന് വെച്ചാല് U = R² × P. P എന്ന് പറഞ്ഞാൽ പവർ റേഡിയേറ്റഡ്, R² എന്ന് പറഞ്ഞാൽ റേഡിയൽ ഡിസ്റ്റൻസ്, then U = റേഡിയേഷൻ ഇന്റൻസിറ്റി. U = R² × P. റേഡിയേഷൻ ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സ് പെർ സ്റ്റെറേഡിയൻ അല്ലെങ്കിൽ വാട്ട്സ് പെർ റേഡിയൻ സ്ക്വയർ. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് ഡയറക്ടിവിറ്റി. ഡയറക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളെ ആന്റിനയുടെ. അതായത് ഇതിന്റെ ഡയറക്ടിവിറ്റി = റേഷ്യോ ഓഫ് മാക്സിമം റേഡിയേഷൻ ഇന്റൻസിറ്റി ഓഫ് സബ്ജക്ട് ആന്റിന ടു ദി റേഡിയേഷൻ ഇന്റൻസിറ്റി ഓഫ് ആൻ ഐസോട്രോപിക് ഓർ റെഫറൻസ് ആന്റിന. അതായത് നമ്മളൊരു ആന്റിനയുടെ റേഡിയേഷൻ, ഒരു ആന്റിന, നമ്മുടെ സബ്ജക്ട് ആന്റിന എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു ആന്റിന, ആ ആന്റിനയുടെ മാക്സിമം റേഡിയേഷൻ ഇന്റൻസിറ്റി എടുക്കുന്നത് അതിന്റെ ഒരു റേഷ്യോ, ദാറ്റ് റേഡിയേഷൻ ഇന്റൻസിറ്റി ടു ദി റേഡിയേഷൻ ഇന്റൻസിറ്റി ഓഫ് ഐസോട്രോപിക് അല്ലെങ്കിൽ റെഫറൻസ് ആന്റിന. ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ഒരു ആന്റിനയാണ്. അതായത് ഐസോട്രോപിക് ആന്റിനയിൽ എല്ലാ ഡയറക്ഷനിലും റേഡിയേഷൻ ഇന്റൻസിറ്റി എല്ലാ ഡയറക്ഷനിലും റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ റെഫറൻസ് ആന്റിനയായിട്ട് ഐസോട്രോപിക് ആന്റിനയാണ് എടുക്കുന്നത്. ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. എല്ലാ ഡയറക്ഷനിലേക്കും റേഡിയേഷൻസ് വരുന്നതുകൊണ്ട് അതിനെ ഐസോട്രോപിക് ആന്റിന എന്ന് പറയും. അപ്പൊ നമ്മൾ ഡയറക്ടിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം റേഡിയേഷൻ ഇന്റൻസിറ്റി ഓഫ് സബ്ജക്ട് ആന്റിന ടു ദ റേഡിയേഷൻ ഇന്റൻസിറ്റി ഓഫ് ഐസോട്രോപിക് ആന്റിന. നമ്മൾ ഏത് ആന്റിനയാണോ എടുക്കുന്നത് അതിന്റെ റേഡിയേഷൻ ഇന്റൻസിറ്റി ടു ദി റേഡിയേഷൻ ഇന്റൻസിറ്റി ഓഫ് ഐസോട്രോപിക് ആന്റിന. നെക്സ്റ്റ് വരുന്നത് അപ്പർച്ചർ എഫിഷ്യൻസി. അപ്പർച്ചർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാല് നമ്മള് റേഡിയേറ്റ് ചെയ്യുന്ന വേവ്സ് അത് എത്രമാത്രം ഏരിയയിലേക്ക് റേഡിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു റേഷ്യോ ഓഫ് എഫക്റ്റീവ് റേഡിയേറ്റിംഗ് ഏരിയ ടു ദ ഫിസിക്കൽ ഏരിയ ഓഫ് ദി അപ്പർച്ചർ. അതായത് നമ്മള് ആന്റിനയ്ക്ക് ഒരു ഏരിയ ഉണ്ടാവും, അതിന്റെ ഒരു ഫിസിക്കൽ ഏരിയയാണ് AP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫക്റ്റീവ് എന്ന് പറഞ്ഞാല് നമ്മൾ എത്രമാത്രം ഏരിയയിലേക്ക് നമ്മള് റേഡിയേഷൻസ് റേഡിയേറ്റ് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ഏരിയയിലേക്ക് റേഡിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പർച്ചർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റേഡിയേറ്റിംഗ് ഏരിയ ബൈ ഫിസിക്കൽ ഏരിയ ഓഫ് ദി അപ്പർച്ചർ. നെക്സ്റ്റ് ആന്റിന എഫിഷ്യൻസി. ആന്റിന എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ
It is the ratio of radiated power of the antenna to the input power accepted by the antenna. അതായത് എപ്പോഴും എഫിഷ്യൻസി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്രമാത്രം പവർ റേഡിയേറ്റ് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം എനർജി റേഡിയേറ്റ് ചെയ്തിട്ടുണ്ട് ടു ദി നമ്മൾ എത്ര ഇൻപുട്ട് അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു റേഷ്യോനെയാണ് ആന്റിന എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അത് എന്താന്ന് വെച്ചാല് ആന്റിനയ്ക്ക് എത്രമാത്രം ഔട്ട്പുട്ട് ഡെലിവർ ചെയ്യാനുള്ള കഴിവുണ്ട് വിത്ത് മിനിമം ലോസസ് ഇൻ ദ ട്രാൻസ്മിഷൻ ലൈൻ. അതായത് എന്ത് റേഡിയേറ്റ് ചെയ്യുമ്പോഴും എന്ത് എനർജി ആണെങ്കിലും നമുക്ക് ഒരു ലോസസ് വരാം. അപ്പൊ ആ മിനിമം ലോസ് വെച്ച് ആന്റിനയ്ക്ക് എത്രമാത്രം ഔട്ട്പുട്ട് എഫക്റ്റീവ്ലി ഡെലിവർ ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനെയാണ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ റേഡിയേഷൻ എഫിഷ്യൻസി ഫാക്ടർ ഓഫ് ആന്റിന എന്നും കൂടി പറയും. അപ്പോൾ ആന്റിന എഫിഷ്യൻസി ഈറ്റ ഈസ് ഇക്വൽ ടു പി റേഡിയേറ്റഡ് ബൈ പി ഇൻപുട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയുന്ന ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആണ് മിസ്സേ. നെക്സ്റ്റ് ആന്റിനയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഗെയിൻ. ഗെയിനും നമ്മള് ഡയറക്ടിവിറ്റിയും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല, ഏകദേശം ഒരേപോലെയുള്ള ഒരു ഇതാണ്. ഗെയിൻ എന്ന് പറഞ്ഞാല് റേഷ്യോ ഓഫ് റേഡിയേഷൻ ഇന്റൻസിറ്റി ഇൻ എ ഗിവൺ ഡയറക്ഷൻ ടു ദി റേഡിയേഷൻ ഇന്റൻസിറ്റി ദാറ്റ് വുഡ് ബി ഒബ്റ്റൈൻഡ് ഇഫ് ദ പവർ അക്സെപ്റ്റഡ് ബൈ ദ ആന്റിന വർ റേഡിയേറ്റഡ് ഐസോട്രോപിക്കലി. അതായത് ഞാൻ ജസ്റ്റ് ഇത് വായിച്ചെന്നേ ഉള്ളൂ, എന്താന്ന് പറയാം. അതായത് ഗെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ആന്റിനയുടെ ഏത് ഡയറക്ഷനിലാണ് ഉള്ളത് ആ ഗിവൺ ഡയറക്ഷനിലേക്കുള്ള റേഡിയേഷൻ ഇന്റൻസിറ്റിയുടെ റേഷ്യോ ടു ദി നമ്മൾ ആന്റിന ഐസോട്രോപിക്കലി റേഡിയേറ്റ് ചെയ്താൽ എത്രമാത്രം റേഡിയേഷൻ ഇന്റൻസിറ്റി ഉണ്ടാവും, ആ ഒരു റേഷ്യോനെയാണ് ഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതും ഡയറക്ടിവിറ്റിയും സെയിം അല്ലേ നമുക്ക് തോന്നാം. പക്ഷെ ഡയറക്ടിവിറ്റി നമ്മള് ഗെയിനിന്റെ കേസിൽ നമ്മള് മിനിമം ലോസ് വെച്ച് നമ്മൾ മാക്സിമം അതിന്റെ എഫിഷ്യൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഐസോട്രോപിക്കലി റേഡിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എല്ലാ ഡയറക്ഷനിലേക്കും നമ്മുടെ എഫിഷ്യന്റ് ആയി നമ്മളെ ആന്റിന റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വരിക. അപ്പോ ഗെയിൻ എന്ന് പറയുന്നത് എഫിഷ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് മെയിൻ ആയിട്ട് ഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗെയിന്റെ ഒരു ഇക്വേഷൻ വരുന്നത് ഗെയിൻ ഈസ് ഇക്വൽ ടു എഫിഷ്യൻസി ഈറ്റ ഇ ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഡയറക്ടിവിറ്റി. എഫിഷ്യൻസി ഈറ്റ ഇ ഇൻറ്റു ഡി ഡയറക്ടിവിറ്റി. ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് വരുന്നത്. ജി ഈസ് ഇക്വൽ ടു ഈറ്റ ഇ ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ ഡയറക്ടിവിറ്റി വരിക. ഗെയിന് മെഷർ ചെയ്യുന്നത് എപ്പോഴും ഡെസിബലിലായിരിക്കും. നെക്സ്റ്റ് ബീം ഏരിയ. ബീം ഏരിയ എന്ന് വെച്ചാല് നമ്മളെ ടോട്ടൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറും റിസീവ് ചെയ്യുന്ന പവറും എത്രമാത്രം ഏരിയയിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്, എത്രമാത്രം ഏരിയയിലേക്ക് നമ്മള് പവർ ട്രാൻസ്മിറ്റ് ചെയ്ത പവറും റിസീവ് ചെയ്ത പവറും വന്നിട്ടുണ്ട്. അതിനെയാണ് ബീം ഏരിയ അല്ലെങ്കിൽ ബീം സോളിഡ് ആംഗിൾ എന്നും കൂടി പറയും. ഇറ്റ് ഈസ് ദ ആംഗിൾ ത്രൂ വിച്ച് ഓൾ ദ പവർ റേഡിയേറ്റഡ് ബൈ ദ ആന്റിന വുഡ് ഫ്ലോ. അതിനെ ബീം സോളിഡ് ആംഗിൾ എന്നും കൂടി പറയും. ടോട്ടൽ ബീം ഏരിയ എന്ന് പറയുന്നത് സം ഓഫ് മെയിൻ ബീം ഏരിയ പ്ലസ് മൈനർ ലോബ് ഏരിയ. അത് നെക്സ്റ്റ് ടോപ്പിക്കായി വരുന്നതാണ് ഈ മെയിൻ ലോബും മൈനർ ലോബും. അത് ഞാൻ അപ്പൊ പറയാം. സോളിഡ് ആംഗിൾ പറയുന്നത് എന്താണ്? സോളിഡ് ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഡിസ്റ്റൻസിനെ നമ്മള് ആംഗിളിൽ പറയുന്നതിനാണ് സോളിഡ് ആംഗിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആംഗുലാറിലായിരിക്കും, ആംഗുലാർ ഡയറക്ഷനിൽ നമ്മള് ആ ഒരു ഏരിയനെ പറയുന്നതാണ് സോളിഡ് ആംഗിൾ കൊണ്ട് ഉദ്ദേശിച്ചത്. നേരത്തെ മാം ഗെയിൻ പറഞ്ഞില്ലേ, ഗെയിനിൽ ഈറ്റ ഇൻറ്റു ഡി എന്ന് പറയുന്നത് ആ ഈറ്റ നമ്മളുടെ പവർ റേഡിയേറ്റഡ് ഡിവൈഡഡ് ബൈ പവർ ഇൻപുട്ട് ഇൻറ്റു ഡയറക്ടിവിറ്റി, അതാണോ അത് മീൻ ചെയ്ത്? അതെ അതെ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് റേഡിയേഷൻ പാറ്റേൺ. റേഡിയേഷൻ പാറ്റേൺ എന്ന് ഉദ്ദേശിച്ചത് ഒരു ആന്റിന, എനർജി റേഡിയേറ്റ് ചെയ്യുന്ന ആന്റിന നമ്മൾ റേഡിയേഷൻ പാറ്റേൺ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതായത് ഒരു ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മളെ എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്. ഒരു ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. അത് ഡയറക്ഷൻ വെച്ചിട്ടായിരിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ ലോബ് ഫോർമേഷൻ. അതായത് മെയിൻ ലോബ് അല്ലെങ്കിൽ മേജർ ലോബ്. അതായത് ഈ ഫിഗർ നിങ്ങൾ മനസ്സിലാക്കുക.
ഈ മെയിൻ ലോബ് അല്ലെങ്കിൽ മേജർ ലോബ് എന്ന് പറഞ്ഞാല് മാക്സിമം എനർജി എവിടെയാണോ, മാക്സിമം റേഡിയേറ്റഡ് എനർജി എവിടെയാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ പോർഷനെയാണ് മെയിൻ ലോബ് അല്ലെങ്കിൽ മേജർ ലോബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാക്ക് ലോബ് എന്ന് വെച്ചാല് ആ മെയിൻ ലോബിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ്, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ വരുന്നതാണ് ബാക്ക് ലോബ്. പക്ഷെ അവിടെ നമ്മൾ റേഡിയേറ്റ് ചെയ്യുന്ന എനർജി നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള എനർജി ആയിരിക്കും, ആ എനർജി നമ്മൾ കൺസിഡർ ചെയ്യില്ല, വേസ്റ്റ് ആയിട്ടുള്ള എനർജീസ് ആയിരിക്കും. പിന്നെ കുറെ സൈഡ് ലോബ് ഒക്കെ വരാം, അതിനൊക്കെ മൈനർ ലോബ് എന്ന് പറയും. അവിടെയും എനർജി വേസ്റ്റേജ് ആണ് നടക്കുന്നത്. നമ്മൾ മാക്സിമം എനർജി റേഡിയേറ്റ് ചെയ്യുന്നത് മെയിൻ ലോബിലേക്കാണ് വരിക. ആ മെയിൻ ലോബ് എന്നുള്ള കൺസെപ്റ്റ് കാര്യമായിട്ട് മനസ്സിലാക്കുക, മെയിൻ ലോബ് അല്ലെങ്കിൽ മേജർ ലോബ്. നെക്സ്റ്റ് ബീം വിഡ്ത്ത്. ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗുലാർ സ്പ്രെഡ് ഓഫ് എൻ ആന്റിനാസ് റേഡിയേഷൻ പാറ്റേൺ. അതായത് ഇതിലിപ്പോ നമുക്ക് ബീം വിഡ്ത്തും ബീം ഏരിയയിൽ ഒക്കെ നമുക്ക് ഒരേപോലെ തോന്നാം, പക്ഷെ ബീം വിഡ്ത്ത് എന്നുള്ളത് ഒരു റേഡിയേഷൻ പാറ്റേണിന്റെ ആംഗുലാർ സ്പ്രെഡ് ആണ് ബീം വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ബീം വിഡ്ത്ത് ഈസ് ഇക്വൽ ടു 70 ലാംഡ ബൈ ഡി. ബീം വിഡ്ത്ത് ഈസ് ഇക്വൽ ടു 70 ലാംഡ ബൈ ഡി. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്, ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്. ഇതിൽ നമുക്ക് ഒരു ഹാഫ് പവർ ബീം വിഡ്ത്തും ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പൊ മെയിൻ ലോബ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താല് ഹാഫ് പവർ എന്ന് പറഞ്ഞാല് നമ്മുടെ എനർജി റേഡിയേഷൻ പാറ്റേണിന്റെ മാഗ്നിറ്റ്യൂഡ് 50%, അതായത് ഹാഫ് ആയി മാറുന്നതിനെയാണ് ഹാഫ് പവർ ബീം വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മെയിൻ ലോബിന്റെ നമ്മളെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹാഫ് ആയി മാറുന്നതിനെയാണ് റേഡിയേഷൻ പാറ്റേണിന്റെ മാഗ്നിറ്റ്യൂഡ് 50% ആയി ഡിക്രീസ് ചെയ്യുമ്പോൾ അതിന് പറയുന്നതാണ് ഹാഫ് പവർ ബീം വിഡ്ത്ത്. നെക്സ്റ്റ് ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത്. ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞാല് ആംഗുലാർ സ്പാൻ ബിറ്റ്വീൻ ഫസ്റ്റ് പാറ്റേൺ നൾസ് അഡ്ജസെന്റ് ടു ദ മെയിൻ ലോബ്. അതായത് നൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അപ്പോ നമ്മളെ മെയിൻ ലോബിന്റെ ഫസ്റ്റ് നള്ള് എന്ന് പറഞ്ഞാല് ഇവിടെ ഈ ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് വരുന്നത് ഇതാണ്. അതായത് നമ്മൾ റേഡിയേഷൻ ഒന്നും ഇല്ലാത്ത പോർഷൻ എന്നാണ് നൾ പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മെയിൻ ലോബിന് ശേഷം വരുന്ന ഫസ്റ്റ് നള്ള് ബീം വിഡ്ത്ത് ഉദ്ദേശിക്കുന്നത് റേഡിയേഷൻ ഒന്നും ഇല്ലാത്ത ആ ഒരു പോർഷനെയാണ് ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടെ പറയോ സാർ? ഒന്നും കൂടെ പറയാം. അതായത് ബീം വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് റേഡിയേഷൻ പാറ്റേണിന്റെ ആംഗുലാർ സ്പ്രെഡിനെയാണ് ബീം വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഒരു രണ്ട് കൺസെപ്റ്റ് ഉണ്ട്, ഹാഫ് പവർ ബീം വിഡ്ത്തും ഫസ്റ്റ് നൾ ബീം വിഡ്ത്തും. ഹാഫ് പവർ ബീം വിഡ്ത്ത് എന്ന് വെച്ചാല് ഈ ഫിഗർ നോക്കി ഒന്ന് മനസ്സിലാക്കുക നിങ്ങള്. അതായത് മെയിൻ ലോബിന്ന് നമ്മളെ റേഡിയേഷൻ പാറ്റേണിന്റെ മാഗ്നിറ്റ്യൂഡ് 50% ആയി ഡിക്രീസ് ചെയ്യുന്നതിനെയാണ് ഹാഫ് പവർ ബീം വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. magnitude of radiation pattern decreases by 50% from the peak of the main beam. മെയിൻ ബീമിന്ന് നമ്മൾ 50% ആയി ഡിക്രീസ് ചെയ്യുന്നതിനാണ് ഹാഫ് പവർ ബീം വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതിന് 3dB ബാൻഡ് വിഡ്ത്ത് എന്നും കൂടി പറയാറുണ്ട്, 3dB ബാൻഡ് വിഡ്ത്ത്. പിന്നെ ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് എന്ന് വെച്ചാല് നമ്മള് ആംഗുലാർ സ്പാൻ ബിറ്റ്വീൻ ഫസ്റ്റ് പാറ്റേൺ നൾസ് അഡ്ജസെന്റ് ടു ദ മെയിൻ ലോബ്. അതായത് നമ്മളെ മെയിൻ ലോബ്, ഇതാണ് മെയിൻ ലോബ്. ആ മെയിൻ ലോബിന് ശേഷം, അതായത് ഇതാണ് മെയിൻ ലോബ്, ആ മെയിൻ ലോബിന് ശേഷം വരുന്ന ഫസ്റ്റ് പാറ്റേൺ നള്ള് എന്ന് ഉദ്ദേശിക്കുന്നത് റേഡിയേഷൻ ഇല്ലാത്ത പോർഷൻസ് എന്നാണ് ഫസ്റ്റ് പാറ്റേൺ നൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ബീം വിഡ്ത്തിനെയാണ് ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആംഗുലാർ. നെക്സ്റ്റ് നമുക്ക് ഓംനി ഡയറക്ഷണൽ ആന്റിന കേട്ടിട്ടുണ്ടോ? ഓംനി ഡയറക്ഷണൽ ആന്റിന എന്ന് വെച്ചാൽ എല്ലാ ഡയറക്ഷനിലേക്കും ഒരേപോലെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ആന്റിനാസ് ആണ്. അതായത് പവർ ഈക്വലി ഒരു ആന്റിനയിൽ ഈക്വലി സ്പ്രെഡ് ചെയ്യും. അതിനൊരു നോൺ ഡയറക്ഷണൽ പാറ്റേൺ ആണ്. പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനിലല്ല, നമ്മളെ മൊത്തം നമ്മള് ആന്റിനയിൽ ഈക്വലി സ്പ്രെഡ് ചെയ്യുന്നതിനാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് ഓംനി ഡയറക്ഷണൽ ആന്റിന എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു ഡോണറ്റ് ഷേപ്പിലായിരിക്കും 3 ഡയമെൻഷണൽ വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുക.
എക്സാമ്പിൾ ഡൈപോള്, ഫോൾഡഡ് ഡൈപോള്. ആ ഡൈപോള് നമ്മൾ അടുത്തേക്ക് പറയുന്നുണ്ട്, അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ഒരു റേഡിയേഷൻ പാറ്റേൺ നോൺ ഡയറക്ഷണൽ പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഓംനി ഡയറക്ഷണൽ ആന്റിന എന്ന് പറയും. പിന്നെയുള്ളത് ഡയറക്ഷണൽ ആന്റിന. ഡയറക്ഷണൽ ആന്റിനയാണ് നമ്മൾ സിഗ്നൽസ് എല്ലാം ഒരു ഡയറക്ഷനിലേക്ക് മാത്രം സെൻഡ് ചെയ്യുന്നതിനാണ് ഡയറക്ഷണൽ ആന്റിന എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ മേജർ ലോബും മൈനർ ലോബൊക്കെ ഡയറക്ഷണൽ ആന്റിനയുടെ ഇതിലാണ് പറയുക. സെൻഡ് ചെയ്യുന്നതും സിഗ്നൽസ് റിസീവ് ചെയ്യുന്നതും സെൻഡ് ചെയ്യുന്നതൊക്കെ ഒരേ ഡയറക്ഷനിൽ മാത്രം. അതിൽ കുറെ ആന്റിനാസ് വരുന്നുണ്ട്. യാഗിയുടെ ആന്റിന, ഹെലിക്കൽ ആന്റിന, അങ്ങനെയുള്ള കുറച്ച് ആന്റിനാസ് വരുന്നുണ്ട്. അതിൽ യാഗിയുടെ ആന്റിന നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ഐസോട്രോപിക് ആന്റിന. ഐസോട്രോപിക് ആന്റിന ഞാൻ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോഴേ പറഞ്ഞു, ഇതൊരു തിയററ്റിക്കൽ ആന്റിനയാണ്. റേഡിയേഷൻ പാറ്റേൺസ് ഈക്വലി എല്ലാ ഡയറക്ഷനിലേക്കും റേഡിയേറ്റ് ചെയ്യുന്നതോ അതിനെയാണ് ഐസോട്രോപിക് ആന്റിന എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് 1 ആണ്. അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് സ്പെറിക്കൽ സ്പേസിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഐസോട്രോപിക് ആന്റിനയുടെ റേഡിയേഷൻ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ സ്പേസ് സ്പെറിക്കൽ സ്പേസിലാണ് ആന്റിന റേഡിയേഷൻ പാറ്റേൺ വരിക. ആന്റിന ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ ഇതിനെ എടുക്കുന്നു. ഡയറക്ടിവിറ്റി കാണാനും ഗെയിൻ കാണാനും ഒക്കെ ഉള്ള റെഫറൻസ് ആയിട്ടാണ് നമ്മൾ ഐസോട്രോപിക് ആന്റിനയെ എടുക്കുന്നത്. റെഫറൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാ ഡയറക്ഷനിലേക്കും, ഇപ്പൊ നമുക്ക് ഇതൊരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്, നമുക്ക് എപ്പോഴും എല്ലാ ഡയറക്ഷനിലേക്കും ഈക്വലി റേഡിയേറ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ ആ ഒരു തിയറിറ്റിക്കലി നമ്മൾ എങ്ങനെയാണോ റെഫറൻസ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഈക്വലി എല്ലാം റേഡിയേറ്റ് ചെയ്യുന്നത് വെച്ച് നമുക്ക് എത്രമാത്രം റേഡിയേഷൻ കിട്ടുന്നുണ്ട് ആ ഒരു ഇതിലാണ് നമ്മൾ എടുക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് റേഡിയേഷൻ പാറ്റേൺ ഓഫ് ആൻ ഐസോട്രോപിക് ആന്റിന? ഓപ്ഷൻ സ്ഫെറിക്കൽ, ഡോണറ്റ്, എലിപ്റ്റിക്കൽ, ഹൈപ്പർബോളിക്. എന്തായിരിക്കും വരിക? സ്ഫെറിക്കൽ. സ്ഫെറിക്കൽ. അതാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആണ്. അതായത് ഐസോട്രോപിക് ആന്റിനയുടെ റേഡിയേഷൻ പാറ്റേണിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ആണ്. മാം, ഇതിനകത്ത് ഒമ്നിയും ഐസോട്രോപിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡോണറ്റ് ഷേപ്പ് ആണെന്ന് പറഞ്ഞു. ഒമ്നി ഡയറക്ഷണൽ ആന്റിന വരുമ്പോഴും ഇപ്പോഴും തിയറിറ്റിക്കൽ ആന്റിന റേഡിയേറ്റ് ചെയ്യുന്നത് ഈക്വലി ഓൾ ഡയറക്ഷനിലേക്കാണെങ്കിൽ മറ്റേതും മറ്റേത്. അപ്പൊ അതിന്റെ പാറ്റേൺ ഡിഫറൻസ് എങ്ങനെയാ മാം വരണേ അതിനകത്ത്? അതായത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ഒരു ഐസോട്രോപിക് എന്ന് പറയുന്നൊരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്. ഓക്കെ. നെക്സ്റ്റ് ഉള്ള ടോപ്പിക് ആണ് ആന്റിന അറേ. ആന്റിന അറേ എന്ന് കേട്ടിട്ടുണ്ടോ? ആന്റിന അറേസ് എന്ന് വെച്ചാല് നമുക്കിപ്പോ ഒരു ആന്റിന മാത്രം വെച്ച് ഇപ്പൊ നമുക്ക് ചില കേസുകളിൽ ഒരു സിംഗിൾ ആന്റിന മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഡയറക്ടിവിറ്റിയോ അത് കിട്ടണമെന്നില്ല. പക്ഷെ അതിന് വേണ്ടി നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആന്റിനാസ് ഉപയോഗിക്കുന്നതിനാണ് ആന്റിന അറേ എന്ന് പറയുന്നത്. ആന്റിന അറേ എന്ന് പറഞ്ഞാൽ ആന്റിന എലമെന്റ്സ്, ഗ്രൂപ്പ് ഓഫ് ആന്റിന എലമെന്റ്സ് ഓർഡർലി അറേഞ്ച് ചെയ്ത്, ഐഡന്റിക്കൽ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഓർഡർലി അറേഞ്ച് ചെയ്ത് നമ്മളൊരു അറേ ഉണ്ടാക്കുന്നു. It's a system of similar antennas oriented similarly to get greater directivity in a desired direction. അതായത് ഒരു സിംഗിൾ ആന്റിന ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ ഡയറക്ടിവിറ്റി കിട്ടണമെന്നില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ആന്റിന എലമെന്റ്സ് അറേഞ്ച് ചെയ്യുന്നതിനാണ് ആന്റിന അറേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് 2 ടൈപ്പാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ബ്രോഡ് സൈഡ് അറേ, സെക്കൻഡ് വൺ എൻഡ് ഫയർ അറേ. അപ്പൊ ഫസ്റ്റ് വൺ ബ്രോഡ് സൈഡ് അറേ നോക്കാം. ബ്രോഡ് സൈഡ് അറേ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എലമെന്റ്സ് ഈക്വലി അറേഞ്ച്ഡ് അലോങ് എ ലൈൻ ആൻഡ് ഈച്ച് വൺ ഈസ് ഫെഡ് വിത്ത് കറന്റ് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ്. സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഫേസിലായിരിക്കും ഓരോന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മള് ബ്രോഡ് സൈഡ് അറേ രീതിയിൽ നമ്മൾ ആന്റിനാസിനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ആന്റിന അറേ ആക്സിസ് ഇതാണ് ആന്റിന അറേ ആക്സിസ് വരിക. ദെൻ
ഇതിൽ നമുക്ക് എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാല് ഇതിന്റെ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്, റേഡിയേഷൻ മാക്സിമം ഡയറക്ഷൻ ഓഫ് മാക്സിമം റേഡിയേഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ഓഫ് ദി അറേ. അതായത് ഇവിടെ ഇപ്പോ ആന്റിന അറേ ആക്സിസ് ഈ ആക്സിസിലാണ് വരുന്നതെങ്കിൽ അതില് റേഡിയേഷൻ പാറ്റേണിന്റെ ഡയറക്ഷൻ എങ്ങനെയാ വരുന്നത്? പെർപെൻഡിക്കുലർ ടു ദി ആന്റിന അറേ ആക്സിസ്. മാക്സിമം റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദി ആന്റിന അറേ ആക്സിസ്. അപ്പൊ ഈ ഒരു റേഡിയേഷൻ പാറ്റേൺ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെ ആന്റിന അറേ ആക്സിസ് എക്സ് ആക്സിസ് ആ വരുന്നത്. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ റേഡിയേഷൻ പാറ്റേണിന്റെ ഡയറക്ഷൻ വരുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് റേഡിയേഷൻ പാറ്റേണിന്റെ ഡയറക്ഷൻ വരുന്നത്. ഇതാണ് ബൈ ഡയറക്ഷണൽ ആന്റിനയാണ്. രണ്ട് സൈഡിലേക്കും നമ്മൾ റേഡിയേഷൻ പാറ്റേൺസ് വരച്ചിട്ടുണ്ട്. അപ്പൊ മെയിൻ ലോബും മൈനർ ലോബ്സ് ആയിട്ടാണ് നമ്മൾ പാറ്റേൺസ് വരച്ചു വെക്കുക. അപ്പൊ എന്താ ഇതിൽ മനസ്സിലാക്കേണ്ടത്? രണ്ട് കൺസെപ്റ്റ്, ആകെ രണ്ട് കൺസെപ്റ്റ് മാത്രമാണ്. ബ്രോഡ് സൈഡ് അറേ ഇൻഡിവിജ്വൽ എലമെന്റ്സ് ഈക്വലി സ്പേസ് ചെയ്തിട്ടുണ്ടാവും. ഈച്ച് വൺ ഈസ് ഫെഡ് വിത്ത് കറന്റ് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ്. സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഫേസും ഒരേപോലെയുള്ള എലമെന്റ്സ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഡയറക്ഷൻ ഓഫ് മാക്സിമം റേഡിയേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഓഫ് ദി അറേ. അതായത് ആന്റിന അറേ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇതിന്റെ മാക്സിമം റേഡിയേഷന്റെ ഡയറക്ഷൻ വരിക. ഇതാണ് ബ്രോഡ് സൈഡ് അറേയിൽ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് എൻഡ് ഫയർ അറേ. രണ്ടും വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. എൻഡ് ഫയർ അറേ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആന്റിനാസ് ഈക്വലി ഒരു ലൈനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ എലമെന്റ്സ് ആർ ഫെഡ് വിത്ത് കറന്റ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. Equal magnitude and 180 degree phase shift, then its direction of maximum radiation is along the line of array. ഈ രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. മാക്സിമം റേഡിയേഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലൈൻ ഓഫ് ദി ആന്റിന അറേ, അലോങ് ദി ലൈൻ ഓഫ് ദി ആന്റിന അറേ. അപ്പൊ ആന്റിന അറേ ആക്സിസ് വരുന്നത് നമ്മൾ ഇതേ ആക്സിസിലാണ്, അതേ ആക്സിസിലാണ് റേഡിയേഷൻ ഡയറക്ഷനും വരിക. മാക്സിമം റേഡിയേഷൻ ഡയറക്ഷൻ വരുന്നത് അലോങ് ദി ലൈൻ ഓഫ് ദി അറേ. അപ്പൊ രണ്ട് ടൈപ്പാണുള്ളത്, ബ്രോഡ് സൈഡ് അറേയും എൻഡ് ഫയർ അറേയും. ബ്രോഡ് സൈഡ് അറേ എന്ന് വെച്ചാൽ മാക്സിമം റേഡിയേഷന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ഓഫ് ദി അറേ, ആൻഡ് എൻഡ് ഫയർ അറേയിൽ മാക്സിമം റേഡിയേഷന്റെ ഡയറക്ഷൻ അലോങ് ദി ലൈൻ ഓഫ് ദി അറേ. ഇനി നമുക്ക് അങ്ങോട്ട് യാഗിയുടെ ആന്റിന പഠിക്കാനുണ്ട്, പാരാബോളിക് റിഫ്ലക്ടർ ആന്റിന പഠിക്കാനുണ്ട്. പക്ഷെ ഈ ഡൈപോൾ ആന്റിന, ഫോൾഡഡ് ഡൈപോൾ ഒന്നും നമ്മള് സിലബസിലായിട്ട് പറയുന്നില്ല. പക്ഷെ നമുക്ക് അതൊക്കെ പഠിക്കണമെങ്കിൽ ഇതെന്താണെന്നുള്ളൊരു കാര്യം കൂടി അറിയണം. അതായത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഡൈപോൾ ആന്റിന എങ്ങനെയാണ്, ഫോൾഡഡ് ഡൈപോൾ ആന്റിന എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം. അപ്പൊ ഡൈപോൾ ആന്റിന എന്ന് പറഞ്ഞാല് രണ്ട് കണ്ടക്റ്റീവ് എലമെന്റ്സ് ഉണ്ടാവും. അത് രണ്ട് കണ്ടക്റ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ റോഡ്, അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ റേഡിയേറ്റ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഹാഫ് ദ വേവ് ലെങ്ത് ആയിരിക്കും. അതുകൊണ്ട് അതിനെ ഹാഫ് വേവ് ഡൈപോൾ ആന്റിന എന്നും കൂടി പറയും. അതായത് ഈ ഒരു ഫിഗർ ഡൈപോൾ ആന്റിന എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഫിഗർ ആണ് ഡൈപോൾ ആന്റിന വരിക. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഹാഫ് ദ വേവ് ലെങ്ത് ലാംഡ ആണെങ്കിൽ λ/2 ആയിരിക്കും അതിന്റെ ലെങ്ത് വരിക. അതിനെ ഹാഫ് വേവ് ഡൈപോൾ ആന്റിന എന്നും കൂടി പറയും. അതിന്റെ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഓംനി ഡയറക്ഷനിലായിരിക്കും, ഇൻ ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി ആന്റിന. ഓംനി ഡയറക്ഷനിലായിരിക്കും റേഡിയേഷൻ പാറ്റേൺ വരിക, ഇൻ ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി ആന്റിന. ഫോൾഡഡ് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ സെയിം ആണ്, റേഡിയേഷൻ പാറ്റേൺ സെയിം ആണ്, ലെങ്ത് സെയിം ആണ്, സെയിം ടു ഡൈപോൾ ആന്റിന. അതായത് അതിന്റെ ആ സ്ട്രക്ചറിൽ മാത്രമേ മാറ്റുള്ളൂ. ഫോൾഡഡ് ഡൈപോൾ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ടാവും രണ്ട് സൈഡിലും, അത് ഫോൾഡ് ചെയ്തിട്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് മാറ്റും. അവിടെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. ആ ഫീൽഡിലാണ്. ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എവിടെയാണോ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഫോൾഡഡ് ഡൈപോൾ ആന്റിന എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടക്ടേഴ്സ് അതിനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് മാറ്റിയത്.
ഇതാണ് ഫോൾഡഡ് ഡൈപോൾ ആന്റിന വരിക. അതിന്റെ റേഡിയേഷൻ പാറ്റേൺ അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതായത് ഡൈപോൾ ആന്റിന തന്നെ നമ്മളെ സിലബസിൽ ഇല്ല, പക്ഷെ നമുക്ക് നമ്മളെ സിലബസിലുള്ള 2 ടോപ്പിക്കാണ് യാഗി ആന്റിനയും പാരാബോളിക് ആന്റിനയും. അപ്പൊ ആ ആന്റിന പറയണമെങ്കിൽ ഡൈപോൾ ആന്റിന അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് മാത്രമാണ് ഡൈപോൾ ആന്റിനയും ഫോൾഡഡ് ഡൈപോൾ ആന്റിനയും കൂടി പറഞ്ഞത്. ഇനി നമ്മളെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് യാഗിയുടെ ആന്റിന. യാഗിയുടെ ആന്റിന എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ? അത് നമ്മളെ TV റിസീവറിലൊക്കെ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ആന്റിനയാണ് യാഗിയുടെ ആന്റിന. ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 30 മെഗാഹെഡ്സ് ടു 3 മെഗാഹെഡ്സ് ആണ്. 3 ഗിഗാഹെഡ്സ് ആണ് ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. വെരി ഹൈ ഫ്രീക്വൻസി ആൻഡ് അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഇവിടെ 3 ടൈപ്പ് എലമെന്റ്സ് ഉണ്ട് നമ്മളെ യാഗിയുടെ ആന്റിനയ്ക്ക്. ഫസ്റ്റ് വൺ റിഫ്ലക്ടർ, സെക്കൻഡ് വൺ ഡ്രിവൺ എലമെന്റ്, തേർഡ് വൺ ഡയറക്ടേഴ്സ്. റിഫ്ലക്ടർ, ഡ്രിവൺ എലമെന്റ്, ഡയറക്ടേഴ്സ്. ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ വരിക. റിഫ്ലക്ടർ, ഡ്രിവൺ എലമെന്റ്, ഡയറക്ടേഴ്സ്. ഇതാണ് നമ്മളെ യാഗിയുടെ ആന്റിന എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോ 3 ടൈപ്പ് എലമെന്റ് എന്ന് പറഞ്ഞു ഞാൻ. റിഫ്ലക്ടർ, ഡ്രിവൺ എലമെന്റ്, ഡയറക്ടേഴ്സ്. അതിൽ ഡ്രിവൺ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് എലമെന്റ് ആണ്. അതിലേക്കാണ് നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുള്ളത്. ഡ്രിവൺ എലമെന്റ് ആക്റ്റീവ് എലമെന്റ് ആണ്, അതിലേക്കാണ് പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നത്. അത് എന്ന് പറയുന്നത് ഒരു ഡൈപോൾ ആന്റിന ആവാം, അല്ലെങ്കിൽ ഒരു ഫോൾഡഡ് ഡൈപോൾ ആന്റിന ആവാം. ഇതാണ് ആക്റ്റീവ് എലമെന്റ് ആണ് ഡ്രിവൺ എലമെന്റ്. അതൊരു ഡൈപോൾ ആന്റിന ആവാം, അല്ലെങ്കിൽ ഫോൾഡഡ് ഡൈപോൾ ആന്റിന ആവാം. രണ്ടാമത്തത് റിഫ്ലക്ടർ എലമെന്റ്. റിഫ്ലക്ടർ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പാസീവ് എലമെന്റ് ആണ്. ആക്റ്റീവും പാസീവും നമുക്കറിയാം. പാസീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ സപ്ലൈ കൊടുത്തിട്ടില്ല, സപ്ലൈ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അത് നമ്മളെ ഡ്രിവൺ എലമെന്റിന്റെ ബാക്ക് ലോബ് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിഫ്ലക്ടർ എലമെന്റ് ഉപയോഗിക്കുന്നത്. എന്താണ് ഞാൻ പറയാ? മൂന്നാമത്തെ ഡയറക്ടർ എലമെന്റ്. ഡയറക്ടർ എലമെന്റ് ഒരു പാസീവ് എലമെന്റ് ആണ്. അത് മേജർ ലോബ്, ഡ്രിവൺ എലമെന്റിന്റെ മേജർ ലോബിനെ ഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയറക്ടർ എലമെന്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വർക്കിങ്ങിലേക്ക് വരുമ്പോ നമ്മൾ ഈ ഒരു ഡ്രിവൺ എലമെന്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഫീഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണലി പവർ കണക്ട് ചെയ്യുന്നത്, എക്സ്റ്റേണൽ കണക്ഷൻസിനെയാണ് ഈ ഫീഡ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഡ്രിവൺ എലമെന്റിലാണ് നമ്മളെ പവർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഡ്രിവൺ എലമെന്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് ഒരു ട്രാൻസ്മിറ്റിംഗ് ആന്റിന ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്റിംഗ് സിഗ്നല്, അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ എന്ത് സംഭവിക്കും? ഡ്രിവൺ എലമെന്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ആന്റിനാസിൽ അപ്ലൈ ചെയ്ത് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടത്തേക്ക് നമ്മളെ ഡയറക്ടേഴ്സിലൂടെ നമ്മളെ റേഡിയേഷൻ പാറ്റേൺസ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക്, അതായത് ആ ഒരു യാഗിയുടെ ആന്റിന എന്ന് പറയുന്നത് എന്താ ആന്റിന എന്നാ ഞാൻ പറഞ്ഞേ? റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഇതൊരു ഡയറക്ഷണൽ ആന്റിന അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക്, ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ റേഡിയേഷൻസ് പോകണം അല്ലെ? മേജർ ഡയറക്ഷനിലേക്ക്. അപ്പോൾ നമ്മള് എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ, എക്സ്റ്റേണൽ പവർ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് ആക്റ്റീവ് എലമെന്റിലാണ്. ആക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് ഡൈപോൾ ആണ്. അതിലൂടെയാണ് കറന്റ് ഫ്ലോ ചെയ്ത് അത് നമ്മളെ ഡയറക്ടേഴ്സിലും റിഫ്ലക്ടേഴ്സിലും വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് അതിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത്. ആ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഡ്രിവൺ എലമെന്റിന് ഫ്രണ്ടിലായിരിക്കും വെക്കുക. ഈ ഡയറക്ടേഴ്സ് ആണ് നമ്മൾ ഫീൽഡിനെ ആഡ് ചെയ്ത് ഡയറക്ഷനിലേക്ക് റേഡിയേഷൻ പാറ്റേൺസ് ഫ്ലോ ചെയ്യുന്നത്. റിഫ്ലക്ടർ എന്ന് പറയുന്നത് ഒരു ലോങ്ങർ എലമെന്റ് ആണ്. അത് റേഡിയേഷൻ പാറ്റേൺസ്, അതായത് നമ്മൾ ഈ ഡ്രിവൺ എലമെന്റ് നിന്ന് പോകുന്ന റേഡിയേഷൻ പാറ്റേൺസ് റിഫ്ലക്ടറിലൂടെ റിഫ്ലക്ട് ചെയ്ത് നമ്മളെ
മറ്റേ ഡയറക്ടേഴ്സിന്റെ ഡയറക്ഷനിലേക്ക് തന്നെ ആ റേഡിയേഷൻ പാറ്റേൺസ് ഫ്ലോ ചെയ്യും. അതായത് യാഗിയുടെ ആന്റിന എന്ന് വെച്ചാൽ നമുക്ക് 3 എലമെന്റ് ആണുള്ളത്: റിഫ്ലക്ടർ എലമെന്റ്, ഡ്രിവൺ എലമെന്റ്, ഡയറക്ടേഴ്സ്, അല്ലേ? അപ്പോൾ ഡ്രിവൺ എലമെന്റ് ആണ് നമ്മുടെ എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ എങ്കിൽ എക്സ്റ്റേണൽ പവർ സപ്ലൈ നമ്മൾ കണക്ട് ചെയ്യുന്നത്, പവർ കൊടുക്കുന്നത് ഡ്രിവൺ എലമെന്റിലേക്കാണ്. അതൊരു ഫോൾഡഡ് ഡൈപോൾ ആന്റിനയാണ്. അപ്പോൾ അതിൽ ജനറേറ്റ് ചെയ്യുന്ന ആ റേഡിയേഷൻസ് നമ്മൾ റിഫ്ലക്ടറിലേക്കും ഡയറക്ടർ എലമെന്റിലേക്കും പോകുന്നു. ആ ഡയറക്ടർ എലമെന്റ് ആണ് നമ്മൾ മെയിൻ റേഡിയേഷൻ പാറ്റേൺസ് ഡയറക്റ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് എലമെന്റ്സ് ആണ്. പിന്നെ റിഫ്ലക്ടറിൽ റിഫ്ലക്ട് ചെയ്ത അതായത് അവിടത്തേക്ക് എത്തിയ പാറ്റേൺസ് റിഫ്ലക്ട് ചെയ്ത് ഡയറക്ടറിന്റെ ഡയറക്ഷനിലേക്ക് കൊടുക്കാനാണ് റിഫ്ലക്ടർ ഉപയോഗിക്കുന്നത്. അതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ റിഫ്ലക്ടറിന്റെ സൈസ് നമ്മള് ഡ്രിവൺ എലമെന്റ് വെച്ചിട്ടാണ് രണ്ടിന്റെയും സൈസ് പറയാ. ഡ്രിവൺ എലമെന്റിനെക്കാളും കൂടുതൽ സൈസ് ആയിരിക്കും റിഫ്ലക്ടറിന് വരിക. ഒരു 5% ലെങ്ത് കൂടുതൽ ഉണ്ടാവും. പിന്നെ ഡയറക്ടേഴ്സിന് എന്ന് വെച്ചാൽ 5% ലെങ്ത് കുറവായിരിക്കും വരിക. അതിന്റെ ലെങ്ത് എത്ര ലെങ്ത് എന്നൊന്നും പഠിക്കാനില്ല, പക്ഷെ റിഫ്ലക്ടർ ആയിരിക്കും ഡ്രിവൺ എലമെന്റിനെക്കാളും 5% ലെങ്ത് കൂടുതൽ. ഡയറക്ടേഴ്സ് റിഫ്ലക്ടറിന് ഡ്രിവൺ എലമെന്റിനെക്കാളും 5% ലെങ്ത് കുറവ്. ഇവിടെ ഈ ഹൊറിസോണ്ടലി സപ്പോർട്ട് ചെയ്യുന്ന ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ബൂം. ഹൊറിസോണ്ടൽ സപ്പോർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ബൂം. ഇതാണ് യാഗിയുടെ റേഡിയേഷൻ പാറ്റേൺ വരിക. അതിന്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ഗെയിൻ 8 dB ഗെയിൻ ആണ് ഉണ്ടാവുക, എബൌട്ട് 8 dB. ദെൻ ഇതൊരു ഡയറക്ഷണൽ ആന്റിനയാണ്. അത് ഹൈ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കാം. അതിൽ വരുന്ന ഫ്രണ്ട് ടു ബാക്ക് റേഷ്യോ എന്ന് പറയുന്നത് 20 dB ആണ് വരിക. ഫ്രണ്ട് ടു ബാക്ക് റേഷ്യോ എന്ന് പറയുന്നത് എന്താ? സിഗ്നൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫ്രണ്ട് ഡയറക്ഷനിലേക്കാണ് സിഗ്നൽ പോകുന്നത്. അതിന്റെയും ബാക്ക് ഡയറക്ഷനിലേക്ക് വന്ന സിഗ്നലിന്റെ റേഷ്യോനെയാണ് ഫ്രണ്ട് ടു ബാക്ക് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് 20 dB ആണ് അപ്രോക്സിമേറ്റ്ലി. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗെയിൻ ഈസ് നോട്ട് വെരി ഹൈ ആൻഡ് ഇറ്റ് നീഡ് ലാർജ് നമ്പർ ഓഫ് എലമെന്റ്സ് ടു ബി യൂസ്ഡ്. ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു യൂണി ഡയറക്ഷണൽ ആന്റിനയാണ്. നമ്മളെ ടെലിവിഷൻ റിസീവേഴ്സിലെല്ലാം ബെറ്റർ ട്യൂണിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ് യാഗിയുടെ ആന്റിന. യാഗിയുടെ ആന്റിന എല്ലാവരും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് മിസ്സേ. ആ, മിസ് ഒന്ന് ചോദിച്ചോട്ടെ, നമ്മളുടെ ആ ഡയഗ്രത്തിന്റെ ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ, ഇൻസുലേറ്റർ. അതിന്റെ ഫംഗ്ഷൻ ഇൻസുലേറ്റർ എന്തിനാന്ന് വെച്ചാല് നമ്മളെ ബൂമില്, അതായത് ആന്റിനയുടെ ബൂം ഉണ്ടല്ലോ, ആ ബൂമിനെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഇതിന്റെ ഡയറക്ടേഴ്സ് നമുക്ക് ബ്രോഡ് സൈഡ് അറേ ആണ് അല്ലേ ഇതിന്റെ ഡയറക്ടേഴ്സ്? അതെ അതെ അതെ. നെക്സ്റ്റ് രണ്ടാമത്തതാണ് പാരാബോളിക് ആന്റിന. പാരാബോളിക് ആന്റിനയിൽ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഇറ്റ് ഈസ് എ ഹൈലി ഡയറക്ഷണൽ ആന്റിന. ഹൈലി ഡയറക്ഷണൽ ആന്റിനയാണ് പാരാബോളിക് ആന്റിന. ലാർജ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന മൈക്രോവേവ് ഫ്രീക്വൻസി റേഞ്ചിൽ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിൽ നമുക്കൊരു 2 ടൈപ്പ് ഓഫ് എലമെന്റ് ആണുള്ളത്. ഒന്ന് ആക്റ്റീവ് എലമെന്റ്, അതിനെ ആന്റിന ഫേഡ് എന്ന് പറയും. അത് ഡൈപോൾ അല്ലെങ്കിൽ ഫോൾഡഡ് ഡൈപോൾ ആന്റിനയാണ് ഉണ്ടാവുക. പിന്നെ പാസീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്ടർ, അതായത് റേഡിയോ വേവ്സിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കർവഡ് സർഫസിനെയാണ് പാസീവ് എലമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ എല്ലാവർക്കും കാണുന്നില്ല. ഈ ഒരു ഫിഗർ ഇതാണ് നമ്മള് പാരാബോളിക് ആന്റിന. ഇതിനെ പാരാബോളിക് ഡിഷ് ആന്റിന, പാരാബോളിക് റിഫ്ലക്ടർ ആന്റിന ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചാല് ഇതാണ് നമ്മളെ പാരാബോളിക് സർഫസ്. ഈ പാരാബോളിക് സർഫസ് ഇതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഇവിടെയാണ് നമ്മളെ ഫോക്കസ് വരിക. ഫോക്കസ്, ഈ ഫോക്കസിലാണ് നമ്മളെ ഫീഡ് പോയിന്റ് ഉണ്ടാവുക. ഫീഡ് പോയിന്റ് എന്ന് വെച്ചാൽ എവിടെയാണോ നമ്മളെ സിഗ്നൽ സപ്ലൈ ചെയ്യുന്നത്,
പവർ അപ്ലൈ ചെയ്യുന്നത്, അതാണ് ഫീഡ് പോയിന്റ്. അപ്പൊ അവിടെയാണ് നമ്മളെ ട്രാൻസ്മിറ്റിംഗ് ആന്റിന അല്ലെങ്കിൽ റിസീവിംഗ് ആന്റിന ഉണ്ടാവുക. അപ്പൊ നമ്മൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ പരാബോളിക് ഇതിന്റെ ഈ ഫീഡ് പോയിന്റിൽ നമ്മൾ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്ത് ആ സിഗ്നല് എന്ത് സംഭവിക്കും, നമ്മളെ പരാബോളിക് റിഫ്ലക്റ്റിംഗ് സർഫസിൽ വന്ന് ഹിറ്റ് ചെയ്യും. ആ പരാബോളിക് റിഫ്ലക്റ്റിംഗ് സർഫസ് അത് റിഫ്ലക്ട് ചെയ്ത് ഒരു കോളിമേറ്റഡ് വേവ് ഫ്രണ്ടായി നമ്മളെ മെയിൻ ബീമിന്റെ ഡയറക്ഷനിലേക്ക് പോകും. അതായത് പാരാബോളിക് ആന്റിന നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഫീഡ് എന്നുള്ള സിഗ്നല് പരാബോളയില് നമ്മള് പരാബോളയുടെ റിഫ്ലക്ടറിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. ഈ സ്ട്രൈക്ക് ചെയ്ത വേവ് റിഫ്ലക്ട് ചെയ്ത് ഒരു കോളിമേറ്റഡ് വേവ് ഫ്രണ്ടായി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. കോളിമേറ്റഡ് വേവ് ഫ്രണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാരലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നല്, അതായത് ഒരു ഡൈവർജൻസും ഇല്ലാതെ, അതായത് അതിനൊരു സ്ട്രെയിറ്റ് ആയി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിനാണ് കോളിമേറ്റഡ് വേവ് ഫ്രണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയും സ്പ്രെഡ് ചെയ്യാതെ ഒരേ ഡയറക്ഷനിൽ ഒരു ഡൈവർജൻസും ഇല്ലാതെ പാരലായി പോകുന്നതിനെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, കോളിമേറ്റഡ് വേവ് ഫ്രണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫിഗറിന് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പരാബോളിക് റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെന്നുള്ളത് അതിന്റെ ഫോക്കൽ ലെങ്ത്തിലാണ്, അതിന്റെ ഫോക്കൽ പോയിന്റിലാണ് നമ്മളെ ഫീഡ് പോയിന്റ് വെച്ചിട്ടുള്ളത്. ഫീഡ് പോയിന്റ് ഉദ്ദേശിക്കുന്നത് നമ്മള് ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ റിസീവറിലാണ് നമ്മൾ സിഗ്നൽ കൊടുക്കുന്നത്. അവിടെയാണ് നമ്മളെ പരാബോളയുടെ ഫോക്കൽ പോയിന്റിലാണ് നമ്മൾ ഫീഡ് പോയിന്റ് ഉള്ളത്. ആ ഫീഡ് പോയിന്റിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നല് നമ്മളെ പരാബോളിക് റിഫ്ലക്റ്റിംഗ് സർഫസിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് ഒരു കോളിമേറ്റഡ് വേവ് ഫ്രണ്ടായി നമ്മള് മെയിൻ ബീമിന്റെ ഡയറക്ഷനിലേക്ക് പോകുന്നു. ആ റേഡിയേഷൻ പാറ്റേൺസ് കോളിമേറ്റഡ് വേവ് ഫ്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്പേസിലേക്ക് അങ്ങനെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് കോളിമേറ്റഡ് വേവ് ഫ്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഡൈവർജൻസും ഇല്ലാതെ സ്ട്രോങ് ആയി ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്ന വേവ് ആണ് കോളിമേറ്റഡ് വേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസ്. ഇനി റിസീവ് ചെയ്യുന്ന കേസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് എന്ത് സംഭവിക്കും, ഈ പരാബോളിക് റിഫ്ലക്റ്റിംഗ് സർഫസിലാണ് നമ്മളെ വരുന്ന വേവ്സ്, അതായത് റിസീവ് ചെയ്യാൻ ആ സ്പേസിൽ നിന്ന് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പരാബോളിക് സർഫസിൽ വന്ന് ഹിറ്റ് ചെയ്യും. ഈ ഹിറ്റ് ചെയ്ത വേവ്സ് എവിടത്തേക്ക് റിഫ്ലക്ട് ചെയ്യും? ഫീഡ് പോയിന്റിലേക്ക് റിഫ്ലക്ട് ചെയ്യും. ഈ ഫീഡ് പോയിന്റിലായിരിക്കും നമ്മളെ റിസീവിംഗ് ആന്റിന ഉണ്ടാവുക. ആ റിസീവിംഗ് ആന്റിന ആ സിഗ്നലിനെ റിസീവ് ചെയ്ത് നമുക്ക് ഏത് സിഗ്നലിലാണ്, ഏത് ഇൻഫർമേഷൻ ആണോ എന്നുള്ള രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. റിസീവറിന് അത് റിസീവിംഗ് ആ ഇലക്ട്രിക്കൽ പവറിനെ തിരിച്ച് കൺവേർട്ട് ചെയ്ത് എന്ത് ഇൻഫർമേഷൻ ആണോ അവിടെ നിന്ന് വന്നത് ആ ഇൻഫർമേഷൻ നമുക്ക് റിസീവറിൽ കിട്ടുന്നു. ഓക്കെ, പരാബോളിക് ആന്റിന എന്ന് വെച്ചാൽ 2 എലമെന്റ് ആണുള്ളത്, ആക്റ്റീവ് എലമെന്റ് ആന്റിന ഫീഡ്, പാസീവ് എലമെന്റ് റിഫ്ലക്ടർ. അപ്പൊ അതെപ്പോഴും ഹൈ ഗെയിൻ ആയിരിക്കും, ഹൈലി ഡയറക്ഷനിലായിരിക്കും. ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് ആന്റിന ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ മൈനർ ലോബ്സ് എല്ലാം കുറവായിരിക്കും, ഒരേ ഡയറക്ഷനിലായിരിക്കും നമ്മള് വേവ്സ് പോകുന്നുണ്ടാവും. അതായത് റേഡിയേഷൻ പാറ്റേൺസ്, വേസ്റ്റേജ് ഓഫ് പവർ കുറവായിരിക്കും. ബീം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി റിഫ്ലക്റ്റിംഗ് സർഫസിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ബീമിനെ നാരോ ചെയ്യാനും വൈഡൻ ചെയ്യാനും പറ്റും. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാല് നമ്മൾ പരാബോളിക് റിഫ്ലക്ടറിലൂടെ കുറച്ച് വേവ്സ് റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് ചില ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവും. അതായത് നമ്മളെ പരാബോളയുടെ സ്മോൾ ഡയമെൻഷൻ ആണെങ്കിൽ നമുക്ക് സം ഓഫ് ദ പവർ ചില ഒബ്സ്ട്രക്ഷൻസ്, ചില തടസ്സങ്ങൾ അവിടെ വരാം. അതിനെയാണ്, അതായത് പരാബോളോയിഡിന്റെ ഡയമെൻഷൻ സ്മോൾ ആണെങ്കിൽ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണ് പറയുന്നത്.